ലഹരി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസുമായി ബന്ധമുള്ള 4 സിനിമാ താരങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ് പോലീസ്. കഴിഞ്ഞ 6 മാസമായി സ്ഥിരമായി ഇവർ റിൻസി വിളിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സിനിമാ പ്രൊമോഷൻ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ റിൻസിയുമായി സംസാരിച്ചെന്നാണ് ഈ താരങ്ങൾ പോലീസിനെ അറിയിച്ചത്. എന്നാൽ ഇവരുടെ ഡിലീറ്റ് ചെയ്ത ശബ്ദ സന്ദേശങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തിനാണ് ഈ താരങ്ങൾ ഇവർക്ക് ഇത്രയധികം പണം കൊടുത്തിരുന്നത്? അത് പ്രൊമോഷന് വേണ്ടി മാത്രമാണോ അതോ ഈ രാസലഹരി പോലുള്ള സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയായിരുന്നു? വളരെ ഗൗരവമായ അന്വേഷണം നടക്കുകയാണ്. സിനിമാ മേഖലയിലും ടെലിവിഷൻ മേഖലയിലും മറ്റു മാധ്യമരംഗത്തും ഒക്കെ തന്നെ ഈ മയക്കുമരുന്നിൻ്റെ സ്വാധീനമുണ്ടോ എന്നറിയാൻ പോലീസ് തീവ്രമായി ശ്രമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. പറയൂ ശ്യാം. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ റിൻസി അറസ്റ്റിലായതിന് പിന്നാലെ അവരുടെ ഈ ലഹരി ഇടപാടുകളുടെ സാമ്പത്തിക വിവരങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടിരുന്നു എസ്കെൻ. അതിനുശേഷം പോലീസ് ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഇവർക്ക് ഈ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ നിരന്തരം ഉള്ള ചില ബന്ധങ്ങൾ കണ്ടെത്തിയത്. അത് ലഹരി ഇടപാടിന് വേണ്ടിയാണോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. സ്ഥിരമായി ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന സിനിമാ നടന്മാരും നടികളുമായ 4 പേരെയാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കിയത്. ഈ വിവരത്തിൽ ഇവരോട് സിനിമയുടെ പ്രമോഷൻ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമാ നടന്മാരും നടിമാരും പറഞ്ഞത്. അതിനു പുറമെ ഇവരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു എന്ന് ഒരു നടി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ സൗഹൃദം മാത്രമാണോ അല്ലെങ്കിൽ പ്രമോഷൻ മാത്രമാണോ ഈ ഇടപാടുകൾക്ക് പിന്നിലെന്ന് പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കാരണം ഇവർ പ്രതിദിനം ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തിയിരുന്ന ലഹരി കച്ചവടക്കാരിയാണ് ഈ റിൻസി മുംതാസ് എന്നത് തന്നെയാണ് അതിന്റെ പ്രധാന കാരണം. നാളെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. അതിനുശേഷം ഇവരുടെ ഫോണിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട കോൾ റെക്കോർഡിംഗുകൾ ഉൾപ്പെടെ ഇവരുടെ ഫോണിൽ ഉള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു. അത് തിരികെ എടുക്കുന്നതിന് വേണ്ടി ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് ഈ ഫോൺ അയക്കുകയും ചെയ്യുമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും റിൻസി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്ന പോലെ തന്നെ റിൻസിയുടെ ഇടപാടുകാരൊന്നും ചില്ലറ പുള്ളികളല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിനും പുറമെ ഇയാൾക്ക് ലഹരി ഇടപാടിന് ഏറ്റവും കൂടുതൽ പണം നൽകിയിരുന്ന ഒരു കോഴിക്കോട് സ്വദേശിയാണ്. അവർ തമ്മിൽ ലക്ഷങ്ങളുടെ ഇടപാട് നടന്നിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഇടപാടും ലഹരി കച്ചവടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ള ഒരു സൂചന കൂടി പോലീസ് പങ്കുവെക്കുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എസ്കെൻ.